കാട്ടുപൂച്ചയെ നേരിൽ കണ്ടിട്ടുണ്ടോ? എന്നാൽ പിന്നെ കാഴ്ചകളൊന്ന് കണ്ടാലോ? കോഴിക്കോടിനുള്ളിൽ കുടുങ്ങിയ കാട്ടുപൂച്ചയ്ക്കിനിയുള്ള കാലം ഗവിക്കാടുകളിൽ സുഖമായി കഴിയാം, തൻ്റെ ഉറ്റവർക്കൊപ്പം, പ്രിയ സ്നേഹിതർക്കൊപ്പം. കോഴിക്കോട്ടിൽ നിന്നും സുരക്ഷിതമായി പിടികൂടിയ കാട്ടുപൂച്ചയെ റാന്നി ദ്രുതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഉൾവനത്തിൽ തുറന്നുവിട്ട വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ കിട്ടിയ കഥയൊക്കെ എങ്ങനെയെന്ന് അറിയണ്ടേ? ആറന്മുളയിലുള്ളൊരു വീട്ടിലെ കോഴിക്കൂട്ടിലാണ് കാട്ടുപൂച്ച കുടുങ്ങിയത്. ഒരു മാസം കൊണ്ട് വീട്ടുടമയുടെ 13 താറാവുകളെയും 3 കോഴികളെയും കാട്ടുപൂച്ച അകത്താക്കി. വീണ്ടും ഇരപിടിക്കാനായി കഴിഞ്ഞ ദിവസം കൂടിനുള്ളിൽ കയറിയപ്പോൾ തിരിച്ചിറങ്ങാൻ കഴിയാതെ കൂട്ടിൽ കുടുങ്ങുകയായിരുന്നു. അങ്ങനെയാണ് ഇവളെ കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുന്നത്. പെൺവർഗത്തിൽപ്പെട്ട കാട്ടുപൂച്ചയ്ക്ക് 8 കിലോയോളം ഭാരം വരും. ഷെഡ്യൂൾ 1 ഉൾപ്പെട്ട കാട്ടുപൂച്ച വംശനാശം നേരിടുന്നവരുടെ പട്ടികയിലാണുള്ളത്. എപ്പോഴും ചെവി കൂർപ്പിച്ചാണ് നടത്തം. ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ളവയാണ് ഏറ്റവും അധികം നമ്മൾ കാണുന്നത്. നാട്ടിൽ ചിലരൊക്കെ ഇവരെപ്പറ്റി പല കഥകളാണ് പറയുന്നത്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, കാട് കയറിയ കണ്ടമ്പൂച്ച തുടങ്ങിയ പലതും. ഏകദേശം പുലിക്കുട്ടിയെ പോലെയാണ് ഇവൻ്റെ രൂപവും ഭാവവും. മാർജാന വംശത്തിൽപ്പെട്ട ഇനമാണ്. കാട്ടുമാക്കാൻ എന്ന പേരിൽ നാട്ടിൽ അറിയപ്പെടാറുണ്ടെന്ന് വനപാലകർ പറയുന്നു. നമ്മുടെ നാട്ടിൽ കാടിറങ്ങുന്ന ഏത് വന്യമൃഗത്തെയും സുരക്ഷിതമായി തിരികെ കാട്ടിലെത്തിക്കുന്ന വനംവകുപ്പിലെ പ്രധാന സേനയായ ദ്രുതകർമ്മ സേനയാണ് ഇവൾക്കും കാട്ടിലേക്ക് പോകുന്നതിനുള്ള വഴിയൊരുക്കിയത്.